ഹായ്. അപ്പോൾ എന്താണ് ബിഗ് ബോസോ ആണ് എന്തോ എന്താ പ്രോഗ്രാം? ഓക്കെ. അപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാത്തിനെ കുറിച്ച് വലിയൊരു ഇതില്ല. അപ്പോൾ അതുപോലെ ഈ രേണു സുധി എന്ന് പറഞ്ഞ സ്ത്രീ, അത് കുറേ നാളായിട്ട് ഇങ്ങനെ ആൾക്കാർ വീഡിയോസ് ചെയ്ത് ആ സ്ത്രീയെ ഒരു ഇതാക്കി വെച്ചേക്കുക. ബിഗ് ബോസിൽ വന്ന് എന്താണ് ഒരു അക്ബറോ എന്താ പറഞ്ഞ ഒരാൾ ആ സ്ത്രീയെ വൾഗറായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വീഡിയോസ് ഇട്ട് അവരെ ഒരു സ്ത്രീയെ എത്രത്തോളം നിങ്ങൾ ആക്ഷേപിക്കാമോ അത്രത്തോളം നിങ്ങൾ ആക്ഷേപിച്ചു. പക്ഷെ അവരെ ആക്ഷേപിച്ച് കിട്ടുന്ന കാശ് നിങ്ങൾക്ക് എങ്ങനെ ഉപകരിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് വലിയൊരു സംഭവമാട്ടോ. നിങ്ങൾക്ക് ഇത്രയും അവരെ കുറ്റം പറഞ്ഞ് കിട്ടുന്ന കാശ് നിങ്ങൾക്കത് ഉപകരിക്കണമുണ്ടല്ലോ, വളരെ സന്തോഷം. അപ്പം നിങ്ങൾ ഈ കുറ്റം പറയണ ആൾക്കാർ, അവരെ കുറ്റം പറഞ്ഞ് വീഡിയോസ് ചെയ്യണവരായാലും നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. നിങ്ങളൊക്കെ 100% പെർഫെക്റ്റായ ആൾക്കാരാണോ എന്ന്. ചിലപ്പോൾ എൻ്റെ വീഡിയോസിൽ വന്നിട്ട് പൊങ്കാലിടുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മനുഷ്യത്വത്തിൻ്റെ പരിശോധിക്കുക. എനിക്ക് ഈ രേണുസുതിയായിട്ടോ അല്ലെങ്കിൽ രേണുസുതി ആരാന്നൊന്നും എനിക്ക് വലിയ ഇതില്ലാത്ത ഒരാളാണ്. പക്ഷേ ഒരു ഒരു സ്ത്രീയെ അല്ല ആരെയായാലും നമ്മൾ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരാളെ ഇങ്ങനെ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, ഒരു വലിയ കഷ്ടമാണ്. അപ്പോൾ ഈ അക്ബറിനോട് ചോദിക്കാനുള്ളത്, അക്ബർ എന്താണ് കണ്ണാടിയൊക്കെ നോക്കുന്ന ഒരാളാണോ? കാരണം അക്ബർ പറഞ്ഞ പേര് അക്ബറിന് 100% പെർഫെക്റ്റായിട്ട് ചേരുന്ന ഒരു പേര് തന്നെയാണ് കേട്ടോ. അത് ഏതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇപ്പം ഈ പുറത്തുള്ളവർ ആ സ്ത്രീയെ ടാർഗറ്റ് ചെയ്തപ്പോൾ ഈ ബിഗ് ബോസിൽ പോയപ്പോൾ എല്ലാവരും അവരെ ടാർഗറ്റ് ചെയ്താൽ വിൻ ചെയ്യാന്നുള്ള രീതിയിലാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരാളെ തരം താഴ്ത്തുമ്പോൾ അത് നാളെ തിരിച്ച് നിനക്കൊക്കെ തന്നെ തിരിച്ച് കിട്ടുമെന്ന് ആലോചിക്കണം. ഒന്ന് ആലോചിക്കുക. ആ സ്ത്രീ ഒരു ഹസ്ബൻഡില്ലാണ്ട് അവർ കഷ്ടപ്പെട്ട ആ കുട്ടികളെ നോക്കണേ. ഒരു വീട്, ഓക്കെ, സഹതാപത്തിൻ്റെ പേരിലൊരു വീട് വെച്ചു എന്ന് വെച്ചിട്ട് അവരെ ജീവിതകാലം മുഴുവനും അവർ നോക്കത്തില്ലല്ലോ. പിന്നെ ആ സ്ത്രീയുടെ വിവരമില്ലായ്മ കൊണ്ട് അവർ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊന്നും എന്തൊക്കെയോ പറഞ്ഞുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ അതിനേക്കാളും വിവരമില്ലായ്മയാണ് ഈ ബിഗ് ബോസിൽ കാണിക്കുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറയുക, ഒരു സ്ത്രീയെ എന്നല്ല, ആരെയായാലും നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ആ സ്ത്രീ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഭയങ്കര സഹതാപത്തോടു കൂടി പറഞ്ഞേനെ, എന്ത് നല്ല സ്ത്രീയായിരുന്നു, അവർ മരിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അവരെ നിങ്ങൾ എങ്ങനെയൊക്കെ കൊല്ലാമോ അങ്ങനെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ നിങ്ങൾക്ക്? അവരെങ്ങനെയോ ജീവിച്ച് പോട്ടെ. നിങ്ങളെ ബന്ധുക്കളൊന്നും അല്ലല്ലോ അവർ. ഇപ്പം ഞാൻ ചോദിക്കാം, നിങ്ങളെ വീട്ടിലുള്ള നിങ്ങൾക്കോ നിങ്ങളുടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ വേദനയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ മക്കൾക്കോ ആർക്കെങ്കിലും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ന് ചെയ്യണത് നാളെ അത് തിരിച്ച് നിങ്ങൾക്ക് തന്നെ വന്ന് ചേരും. അപ്പോൾ അതുകൊണ്ട് ഒരാളെ നിങ്ങൾക്ക് കല്ലെറിയുമ്പോൾ നാളെ ആ കല്ല് നിങ്ങളെ നേർക്ക് തിരിച്ച് വരുമെന്ന് ഓർത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞിരുന്നാലും എല്ലാവരും ജീവിതം എന്ന് പറയുന്നത് നാളെ ജീവിച്ചിരുന്നാലിരുന്നു, ഇല്ലെങ്കിലില്ല. അപ്പോൾ അത് ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എന്തൊരു മനുഷ്യന്മാരാ, സമ്മതിക്കണം.